പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് യുവാക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരോട് എന്തിനാണ് പ്രത്യേകമായിട്ടുള്ള ഒരു ഉപദേശ നിർദ്ദേശത്തിൻ്റെ ആവശ്യമുണ്ടോ, അതിനു വേണ്ടിയിട്ട് ഈ പ്രൗഢമായ ഒരു സദസ്സ് ചെലവഴിക്കേണ്ടതുണ്ടോ എന്ന് ആരെങ്കിലും അതിനെ സംബന്ധിച്ച് സംശയം ഉന്നയിച്ചു കഴിഞ്ഞാൽ, വർത്തമാനകാല സാഹചര്യവും കടന്നുവരുന്ന ഭാവി ജീവിതവും വല്ലാത്ത ദുരന്തങ്ങളെ വിളിച്ചോതുന്ന രൂപത്തിലാണ് എന്ന് ദൃശ്യശ്രാവ്യ മാധ്യമ മീഡിയകൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ നാട്ടിലും പരിസരത്തും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ യുവതി യുവാക്കൾ അവരുടെ ജീവിതം അല്ലാഹു സുഹൃതങ്ങളുടെ വിളനിലമാക്കി സ്വീകരിക്കുമാറാകട്ടെ. ആ യുവത്വത്തിന്റെ സമയത്തിന്റെ മഹത്വം, വിശിഷ്യ ഒരു മനുഷ്യ ജീവിതത്തിൽ അല്ലാഹു നൽകിയിട്ടുള്ള അമൂല്യമായ സമയത്തിന്റെ മഹത്വം, അതിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരൊറ്റ ഉദാഹരണത്തിലൂടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, ക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ട കാഷ്യസ് ക്ലേ എന്ന് പറയുന്ന ബോക്സിംഗ് താരങ്ങളിലെ ഇതിഹാസ താരമായി ലോകത്ത് ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം പിന്നീട് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരികയുണ്ടായി. അദ്ദേഹത്തിന്റെ ഒരു പരാമർശത്തെ സംബന്ധിച്ചാണ് നമ്മുടെ ഈ സദസ്സിന്റെ പ്രാരംഭം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാർ, ഉമ്മമാർ, മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്താറുള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞ് വിശാലമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിലും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമുക്കറിയാം, പ്ലേ ഗ്രൗണ്ടിൽ, തന്റെ ബോക്സിംഗ് റൗണ്ടിൽ 10,000-കണക്കിന് കാണികളെ അത്ഭുത ആവേശത്തേക്ക്, അങ്ങനെയുള്ള ഒരു പ്രപഞ്ചത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയി അവിസ്മരണീയമായ പോരാട്ടം കാഴ്ചവെച്ചതിന്റെ പേരിൽ ലോകം മുഴുവൻ, മാനവ സമൂഹം മുഴുവൻ അദ്ദേഹത്തെ പ്രത്യേകമായി സ്നേഹിക്കുകയുണ്ടായി. ഒരു പ്രത്യേകമായ ബോക്സിംഗ് താരമായിരുന്നു. മനധൈര്യവും കേവലം ഒരു മനുഷ്യന്റെ ശാരീരികമായ ശക്തിക്കപ്പുറം ഒരു മനോധൈര്യവും ഒരു പ്രത്യേകമായ പാഠവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ ബഹുമാന പുരസ്സരമായി അദ്ദേഹത്തെ സ്വീകരിച്ചെങ്കിലും ആ നാണയത്തിന്റെ മറുവശം, അദ്ദേഹം കറുത്ത വർഗക്കാരനായതിന്റെ പേരിൽ പല വെള്ളക്കാരുടെ ഇടയിലും അദ്ദേഹം അവമതിക്കപ്പെട്ടിരുന്നു. വേണ്ട ബഹുമാനങ്ങൾ കിട്ടിയില്ല എന്ന് മാത്രമല്ല, ആക്ഷേപത്തിന്റെ തീച്ചൂളയിൽ അദ്ദേഹം അകപ്പെട്ടുപോയ പല സന്ദർഭങ്ങളും വേദനയോടെ അദ്ദേഹം ഓർക്കുകയാണ്. അദ്ദേഹത്തിന് കിട്ടിയ മെഡലുകൾ, അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ, അദ്ദേഹത്തിന് കിട്ടിയ ഉന്നതമായ ഷീൽഡുകൾ, ആ ഷീൽഡുകളുമായി അദ്ദേഹം ഒരു നദിയുടെ തീരത്തുകൂടി നടന്നു പോവുകയായിരുന്നു. കറുത്ത വർഗക്കാരനായ ലോകത്തിന്റെ ഇതിഹാസമായ കാഷ്യസ് ക്ലേ എന്ന് പറയുന്ന ആ സഹോദരൻ നദിയുടെ തീരത്തുകൂടി നടന്നു പോകുമ്പോ അദ്ദേഹത്തിന് വല്ലാത്ത ദാഹമുണ്ടായി. പരിസരത്തൊരു കട കണ്ടു. ആ കടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഒരൽപ്പം കുടിക്കാൻ വെള്ളം തരണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഒരൽപ്പം വെള്ളം വേണം, കുടിക്കാൻ വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടു. ആ കടക്കാരൻ നോക്കുമ്പോ കറുത്ത വർഗത്തിൽപ്പെട്ട, നീഗ്രോ വർഗത്തിൽപ്പെട്ട ഒരാൾ വന്ന് വെള്ളക്കാരനായ എന്റെ മുമ്പിൽ നിന്ന് വെള്ളം ചോദിക്കുകയോ എന്ന വല്ലാത്ത ദാർഢ്യഭാവത്തോടെ അദ്ദേഹത്തിന് വെള്ളം തരൂല്ല എന്ന് പറഞ്ഞത് മാത്രമല്ല, കടയുടെ മുമ്പിൽ നിന്ന് ദുസ്സഗുണമേ മാറി നിൽക്കൂ എന്ന് ആട്ടിപ്പായിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന, അദ്ദേഹം ആവേശത്തോടെ കൊണ്ടു നടന്ന തന്റെ മെഡലുകളും ഷീൽഡുകളും ഒരു നോക്ക് നോക്കിയിട്ട്, എന്തിനാണ് ഈ മെഡലുകളും ഷീൽഡുകളും? ലോകം എന്നെ ഒരു ഭാഗത്ത് ആദരിക്കുമ്പോൾ ഒരിറ്റ് പച്ചവെള്ളം തരാതെ എന്നെ മാറ്റി നിർത്തപ്പെടുന്ന വെള്ളക്കാരന്റെ മുമ്പിലൂടെ, വർണ്ണവരുടെ മുമ്പിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് വല്ലാത്ത വേദനയോടെ കണ്ണീരൊഴുക്കിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോ പരിസരത്തതാ പരിശുദ്ധമായ ഒരു പള്ളി മിനാരത്തിൽ നിന്നും ബാങ്ക് കേൾക്കുകയാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ പരിശുദ്ധമായ പള്ളി മിനാരത്തിൽ നിന്നും ബാങ്ക് കേട്ടപ്പോൾ ആ പരിസരത്തുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങൾ, അടിമ ഉടമ വ്യത്യാസമില്ലാതെ, പാവപ്പെട്ടവൻ പണക്കാരൻ വ്യത്യാസമില്ലാതെ,
വ്യത്യാസമില്ലാതെ, കറുത്തവൻ വെളുത്തവൻ വ്യത്യാസമില്ലാതെ, അടിമ ഉടമ വ്യത്യാസമില്ലാതെ, ഒരു വർണ്ണവർഗ വൈജാത്യങ്ങൾക്ക് അതീതമായി എല്ലാവരും തോളോട് തോൾ ചേർന്നുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വരുന്ന രംഗം അദ്ദേഹത്തിന്റെ മനസ്സിനെ കുളിർക്കുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണിന് ആനന്ദം പകരുകയാണ്. അദ്ദേഹം അത്ഭുതത്തോടെ നോക്കുകയാണ്. ഒരിറ്റ് വെള്ളം ചോദിച്ചതിന്റെ പേരിൽ ആറ്റുവിട്ട സംസ്കാരത്തിന്റെ മുമ്പിൽ നിന്നും കടന്നു വന്ന അദ്ദേഹം ആ പള്ളിയുടെ ഉള്ളിലേക്ക് കടന്നുപോയ സഹോദരങ്ങളുടെ ആ വിശാലമായ സഹോദര്യ കാഴ്ചപ്പാട് കാണുകയാ. അവരെല്ലാവരും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നിസ്കരിക്കുകയാ. അവർ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുമ്പോ, ഉടമയായ തമ്പുരാന്റെ മുമ്പിൽ ഒന്നുപോലെ നിൽക്കുമ്പോ, അവിടെ ഒരു വ്യത്യാസമില്ലാതെ പടച്ചവന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുമ്പോ, ഓരോ കർമ്മങ്ങളും കണ്ടു നിന്ന് അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞുപോയി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ലോകം കൊടുത്ത അംഗീകാരവും ഷീൽഡുമാ ട്രോഫികളും എല്ലാം ആ നദിയിലേക്ക് വലിച്ചെറിയുകയാ. വലിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം കടന്നു ചെന്നുകൊണ്ട് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മുഹമ്മദ് അലി ക്ലൈ എന്ന നാമം സ്വീകരിച്ചുകൊണ്ട് ക്യാസിസ് ക്ലൈ എന്ന് മാറിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, 35-ാമത്തെ വയസ്സിൽ ഒരുപാട് ബുദ്ധിജീവികളായ മനുഷ്യന്മാർ കൂടിയ സമ്മേളനത്തിന്റെ നടുവിൽ വെച്ച് 35 വയസ്സുകാരനായ മുഹമ്മദ് അലി ക്ലൈയോട് അതിൽ നിന്നൊരാൾ ഒരു ചോദ്യകർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാ. എന്താണ് ആ ചോദ്യം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ ബോക്സിൽ നിന്നും നിങ്ങൾ വിരാമം കുറിച്ചാൽ, നിങ്ങൾ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത പരിപാടി എന്താണെന്നാ ചോദിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കലയെയും കായികത്തെയും സ്നേഹിക്കുന്ന സഹോദരങ്ങൾ, അതിരുവിട്ട സ്നേഹങ്ങളോടെ മുൻപോട്ട് പോകുന്ന സഹോദരങ്ങൾ, ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് ലോകത്തിന്റെ കായിക പ്രേമികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഏറ്റവും വലിയ ബോക്സിംഗ് താരത്തിന്റെ മറുപടിയായിരുന്നു. എന്റെ ശിഷ്ടകാലം എന്ത് ചെയ്യുമെന്ന് മുഹമ്മദ് അലി ക്ലൈയോട് ചോദിച്ചപ്പോ മുഹമ്മദ് അലി ക്ലൈ പറഞ്ഞ മറുപടി എന്താ? അദ്ദേഹം പറയുന്നു, എനിക്കൊരൊറ്റ വാക്കിൽ ഉത്തരം പറയാൻ സാധിക്കുകയില്ല. എനിക്ക് നിങ്ങൾ തുച്ഛമായ വാക്കുകൾ പറയാനുള്ള സാവകാശം നൽകണമെന്ന് പറഞ്ഞപ്പോ സന്തോഷത്തോടെ നിങ്ങൾ പറഞ്ഞുകൊള്ളുക എന്ന് സദസ്യർ പറയുമ്പോ അദ്ദേഹം മനസ്സ് തുറക്കുകയാ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പകുതി ഭാഗവും അവൻ ഉറങ്ങി തീർക്കുകയാ. മറ്റു ഭാഗങ്ങൾ അവന്റെ അന്നം അന്വേഷിച്ചു കൊണ്ടുപോവുകയാ. മറ്റു ഭാഗങ്ങൾ അവൻ പഠനത്തിന് വേണ്ടി വിനിയോഗിക്കുകയാ. മറ്റു ഭാഗങ്ങൾ തൊഴിൽ സംബന്ധമായി ചെയ്യുകയാ. അങ്ങനെ മാനവിക മനുഷ്യരാകുന്ന സമൂഹം ചെയ്യുന്ന, കളഞ്ഞു പോകുന്ന, ഓർമ്മിക്കാതെ കടന്നു പോകുന്ന സമയങ്ങളെ സംബന്ധിച്ച് അത്രയും ജനങ്ങളുടെ ബുദ്ധിജീവികളുടെ മുമ്പിൽ വെച്ച് മുഹമ്മദ് അലി ക്ലൈ ഓർമ്മപ്പെടുത്തുകയാ. അങ്ങനെ പറന്ന് അവസാനമായി സിട്ടാവാകുന്ന ഉടമസ്ഥനായ തമ്പുരാൻ ജല്ല ജലാലായ അദീമായ റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് പറയുകയാ. ഞാനൊരു ഉടമസ്ഥനെ വിശ്വസിച്ചിരിക്കുന്നു, ഞാനൊരു തമ്പുരാനെ വിശ്വസിച്ചിരിക്കുന്നു. അവന്റെ ശിക്ഷകളെ ഭയപ്പെടുന്നു, അവൻ തരുന്ന അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാനും ഞാൻ സജ്ജമായി കൊണ്ടിരിക്കുകയാ. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ ആലോചിക്കണം. അദ്ദേഹം പറഞ്ഞ ഉദാഹരണം എന്താ? അദ്ദേഹം പറയുന്നു, സഹാറ മരുഭൂമിയിലെ ഒരു മണൽത്തരി, എണ്ണിയാലൊടുങ്ങാത്ത പ്രവിശാലമായ സഹാറ മരുഭൂമിയിൽ കിടക്കുന്ന മണൽത്തരി ഉണ്ടല്ലോ, ആ ഒരു മണൽത്തരി ഒരാൾ 1000 വർഷം കൂടിയിരിക്കുമ്പോൾ ഒരു മണൽത്തരി എടുത്ത് അദ്ദേഹം മാറ്റിയാൽ പിന്നെ അടുത്ത മണൽത്തരി എടുക്കാൻ 1000 വർഷം എടുക്കും. ഇങ്ങനെ 1000 വർഷം ഒരു മണൽത്തരി എടുക്കാൻ സാവകാശം വേണ്ടി വരും. പിന്നെ അടുത്ത മണൽത്തരി എടുക്കുന്നത് 1000 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ആയിരക്കണക്കിന് കോടാന മണൽത്തരികൾ അദ്ദേഹം കാലം പോലും തീർന്നു പോയാലും എടുത്തു തീരാൻ പറ്റാത്ത രൂപത്തിലുള്ള മണൽത്തരികൾ എടുത്തു തീർന്നാലും അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ, ആ ശിക്ഷ തീരുകയില്ല. വല്ലാത്ത ശിക്ഷയാണ് അവൻ നൽകുന്ന അനുഗ്രഹം, ആ അനുഗ്രഹവും തീരുകയില്ല എന്ന് സദസ്യരെ കൊണ്ട് മുഹമ്മദ് അലി ക്ലൈ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്തിനാണിത് പറഞ്ഞത്? നമ്മുടെ സമയത്തിന്റെ വിലയും നിലയും അമൂല്യമായ സാഹചര്യവും മനസ്സിലാക്കാനാണ്. അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ പേര് കേൾക്കുമ്പോൾ, അഷ്റഫുൽ ഖൽഖിന്റെ പേര് കേൾക്കുമ്പോൾ പെരുന്നാളിൽ തക്ബീർ മാത്രമേ ഉള്ളൂ സുന്നത്ത്. അതുകൊണ്ട് സ്വലാത്തൊന്നും പറ്റൂല എന്നാരും വിചാരിക്കണ്ട. സ്വലാത്ത് എപ്പോഴും എവിടെയും സ്വലാത്തിനാ മുൻതൂക്കമുള്ളത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പേമാരി പോലെ പെയ്തിറങ്ങാൻ സാധ്യതയുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ഇബാദത്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സ്വലാത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറരുത്. ആവേശത്തോടെയുള്ള നിങ്ങളുടെ സ്വലാത്താണ് എൻ്റെ പ്രേരക വസ്തു എന്ന് നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
ആ പ്രവാചക പുങ്കവർ പറഞ്ഞ ഉദ്ധരണികളിലൂടെ, പരിശുദ്ധമായ കലാമിലൂടെ കടന്നു പോകാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമായി ഏറ്റവും പ്രധാനപ്പെട്ട യുവത്വമുണ്ടല്ലോ. എന്തിനാണ് ആ യൂത്തിനെ ബേസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്? ആ യുവത്വം കൊണ്ടാണ് രക്ഷപ്പെടാനുള്ളത്. ആ യുവത്വം കൊണ്ടാണ് സ്വർഗം വാങ്ങാനുള്ളത്. ആ യുവത്വം കൊണ്ടാണ് പടച്ച തമ്പുരാന്റെ മുമ്പിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ അടുക്കാനുള്ളത്. ആ യുവത്വം കൊണ്ടാണ് തമ്പുരാന്റെ മുമ്പിൽ അധ്വാനത്തിന്റെ പർവ്വങ്ങൾ പേറിയ പൂർവ്വസൂരികളായ മഹാന്മാരായ യുവത്വത്തെ പെരുമാറിയത് കൊണ്ടാ, വേണ്ടതുപോലെ പടച്ചവനിലേക്ക് കൊടുത്തത് കൊണ്ടാ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം കിട്ടിയിട്ടുള്ളത്. ഒന്നാലോചിക്കണേ, പലരും നരകത്തിൽ പോകാൻ കാരണമായിട്ടുള്ള യുവത്വം, പലരും സ്വർഗത്തിൽ പോകാൻ കാരണമായിട്ടുള്ള യുവത്വം, പലരും രക്ഷപ്പെടാൻ കാരണമായിട്ടുള്ള യുവത്വം, പലരും പരാജയപ്പെട്ടു പോകാൻ കാരണമായിട്ടുള്ള യുവത്വം. ആ യുവത്വം എന്തിനാ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അടിച്ചു പൊളിച്ച് തീർക്കാനാണോ? കുറെ നാള് കോളേജിന്റെ സ്കൂളിന്റെ ക്യാമ്പസിൽ അടിച്ചു പൊളിച്ച് തീർക്കാനാണോ? കുറെ സമയം ടെലിവിഷന്റെ മുമ്പിൽ ഇരിക്കാനാണോ? കുറെ സമയം സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കാനാണോ? ഈ സമുദായത്തിന്റെ ദുരവസ്ഥ എന്താ ചെറുപ്പക്കാരാ? ഒന്നാലോചിക്കണേ. നിങ്ങളുടെ ജില്ലയിൽ തന്നെ, കോഴിക്കോട് ജില്ലയിലെ മാവൂർ റോഡിലുള്ള ഒരു തിയേറ്ററിൽ ഉച്ചക്ക് നടന്ന ഒരു സിനിമാ തിയേറ്ററിൽ നടന്നൊരു സംഭവം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമുദായത്തെ കുത്തിനോവിക്കുന്നതല്ലേ? എന്താണെന്നറിയുമോ? ടിക്കറ്റ് കിട്ടാത്തതിന്റെ വേദനയില് ചെറുപ്പക്കാർ പെരുന്നാൾ ആഘോഷിക്കാൻ പോയതാവാം. ഒന്നാലോചിക്കണേ, ആലോചിക്കണേ. പെരുന്നാൾ ആഘോഷിക്കാൻ പോയതാണോ അറിയില്ല. 2 മുസ്ലിം നാമധാരികളായ ചെറുപ്പക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാ. എന്താണ് വിശേഷമെന്നല്ലേ? അവർക്ക് ടിക്കറ്റ് കിട്ടാത്തതിന്റെ പേരിൽ കൗണ്ടറിൽ ഇരുന്ന ആളിനെ ചെറുപ്പക്കാരനെ മർദ്ദിച്ചു കൊന്നുകളഞ്ഞു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒന്നാലോചിക്കണേ പൊന്നുമോനെ. ഈ സമുദായത്തെ കണ്ടുപിടിച്ചവരാ, ഈ സമുദായത്തിൽ നിന്ന് മാതൃക പഠിച്ചവരാ. ഒരുപാട് സുഹൃതങ്ങളിലേക്ക് കടന്നുപോയ സഹോദരങ്ങൾ പലരും ഈ ലോകത്ത് ഒരുപാട് സുഹൃതങ്ങൾ കൊടുത്തവരാ. ആ സുഹൃതങ്ങളുടെ വിളനിലമാകുന്ന വിശുദ്ധമായ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാ. ലോകത്തിന്റെ അധികാരിയായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഏറ്റവും ഇട്ടക്കാരനായ പ്രവാചക പുങ്കവർ ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കാനും ആ പ്രവാചകന്റെ പ്രണയത്തിൽ അലിയാനും മലയാനും ഭാഗ്യം കിട്ടിയ വാക്കളാ. ഒന്നാലോചിക്കണമോ സഹോദരങ്ങള്? അതുകൊണ്ട് എന്തിനാണ് ഈ യുവത്വത്തിനെ ഇത്രയും ബേസ് ചെയ്തുകൊണ്ട് പറയുന്നത്? ഈ യുവത്വം കൊണ്ട് ഒരുപാട് സമ്പാദിക്കാനുണ്ട്. അടിച്ചുപൊളിച്ചു തീർക്കാനുള്ളതല്ല, സമയം കളയാനുള്ളതല്ല. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, മറക്കണ്ട. വൽആഖിറതു ഖൈറു വഅബ്ഖാ. ആഖിറമാണ് ശേഷിക്കുന്നത് സഹോദരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇവിടെ നിന്റെ പ്രണയത്തിൽ പങ്കിടാൻ പല കാമുകന്മാരും ഉണ്ടാകും. നിനക്ക് ഒളിച്ചോടാൻ നിന്റെ വീട്ടിൽ പലരും ഉണ്ടാകും. പലരും നിനക്ക് സാവകാശം, പലരും നിനക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്തു തരാനുണ്ടാകും. മറക്കണ്ട. ഖബറെന്ന ഒരു ലോകമുണ്ട്, പരലോകമെന്നൊരു ലോകമുണ്ട്. അവിടെ പടച്ച തമ്പുരാന്റെ തീരുമാനം നടക്കാനുണ്ട്. മരണത്തോടു കൂടിയല്ല ജീവിതം അവസാനിക്കുന്നത്, മരണത്തോടു കൂടി ജീവിതം തുടങ്ങുകയാ. മരണത്തോടു കൂടി തുടങ്ങുന്ന ജീവിതമുണ്ടല്ലോ, മരണമില്ലാത്ത ജീവിതമുണ്ടല്ലോ. അവിടെ രക്ഷപ്പെടണമെങ്കിൽ ആലോചിച്ചോ സഹോദരാ, പടച്ച തമ്പുരാന് തന്നിട്ടുള്ള യുവത്വത്തിന്റെ പ്രസരിപ്പ് അത് അടിച്ചു പൊളിച്ചു തീർക്കാനുള്ളതല്ല, പിശാചിന് കൊടുക്കാനുള്ളതല്ല. അല്ലാഹു വേണ്ടതുപോലെ ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.